പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കളമശ്ശേരി മുട്ടത്ത് വനിതാ ഹോട്ടലിലാണ്. ഇവിടെ ഈ ഹോട്ടൽ നടത്തുന്നത് കുറച്ച് ചേച്ചിമാരാണ്. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ബീഫ് റോസ്റ്റ് ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടി ഇവിടുത്തെ ചേച്ചിമാർ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി തരും. അപ്പോൾ നമുക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ ഇതാണ് വനിതാ ഹോട്ടലിൻ്റെ എല്ലാമായിട്ടുള്ള ദീപ ചേച്ചി. അപ്പോൾ ദീപ ചേച്ചിയാണ് ഇന്ന് നമുക്ക് വേണ്ടി സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി തരുന്നത്, അല്ലേ ചേച്ചി? അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ഇതാണ് ബീഫ് റോസ്റ്റ് ആണ് ഇവിടുത്തെ സ്പെഷ്യൽ. അപ്പോൾ നമുക്ക് നേരെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? ഓക്കെ, അപ്പോൾ പിന്നെ തുടങ്ങാം. എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇത് നമ്മൾ ബീഫ്, ഇതിനകത്ത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എല്ലാം കൂടിയിട്ട് കൂട്ടി നമ്മൾ തിരും. ഓക്കെ, എല്ലാം റെഡിയാക്കി വെച്ചേക്കായിരുന്നു അല്ലേ? ഇപ്പൊ ഇവിടെ കട തുടങ്ങിയിട്ട് എത്ര നാളായി ചേച്ചി? ഇതിപ്പോൾ നമ്മളിവിടെ 5ാമത്തെ വർഷം, 7 വർഷമായി നമ്മൾ ഈ ഇതായിട്ട് നടക്കുന്നത്. ആദ്യം നമ്മൾ മുട്ടയെ ആടിലായിരുന്നു. ഈ ആടിൽ 2 വർഷം, അത് കഴിഞ്ഞ് നമ്മൾ റോട്ടിലോട്ട്. ഇവിടെ വേറെ സഹായത്തിന് വേറെ ആളുണ്ടോ അതോ? ഞങ്ങൾ ഒരാളും കൂടി റഷീദാണ്. അതെ അല്ലേ? അത് നല്ലോണം പാചകം ചെയ്യും. നമ്മളിവിടെ എങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട്? രാവിലെ നമ്മൾ 6 മണിക്ക് ഓപ്പൺ ചെയ്യും. ഒരു 7-8 മണിയോടുകൂടി ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ തുടങ്ങും. ഉച്ചയൂണാണ് നമ്മുടെ പ്രധാനം. ഇവിടുത്തെ സ്പെഷ്യലി ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ, പിന്നെ മീൻ ഫ്രൈ, ചെമ്മീൻ റോസ്റ്റ് സ്പെഷ്യലാണ്. കക്ക ഫ്രൈ എല്ലാ ഐറ്റവും ഉണ്ട്. എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ബീഫ് കുക്കറിലേക്ക് ഇടുകയാണ് അല്ലേ? തിരുമ്മി കുക്കറിൽ വെക്കുകയാണ് ചേച്ചി. നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. കുറച്ച് ഒന്നുകൂടെ എന്നിട്ട് തിരുമണം അല്ലേ? ഇനി ഇത് നമ്മൾ അടുപ്പത്തോട്ട് വെച്ചിട്ട് വേവിക്കണം. അടച്ച് വെക്കുക അല്ലേ? വിസിലടിപ്പിക്കാൻ വെക്കുക. എത്ര വിസിലടിക്കണം ചേച്ചി? ഇതൊരു 5 വിസിൽ. 5 വിസിലടിക്കുന്ന സമയമുണ്ടെന്ന്. നമ്മൾ ഈ ബീഫ് റോസ്റ്റ് ഫുള്ള് നമ്മൾ കുക്കറിൽ തന്നെയാണോ ചെയ്യുന്നത്? അല്ല, ഇനി നമ്മൾ ഇത് വേവിച്ചിട്ട് മാറ്റി വെക്കും. അത് കഴിഞ്ഞ് ഒരു ഉരുളി വെച്ചിട്ട് ഇത് ഒരു 1 കിലോ സവാളയുടെ അടുത്തുണ്ട്. അരിഞ്ഞ് വേവിച്ച് വെച്ചേക്കണം എളുപ്പത്തിന്, വഴറ്റാനുള്ള എളുപ്പത്തിന്. പിന്നെ നമ്മുടെ പ്രധാന അതിനകത്തുള്ള പേസ്റ്റാണ് ഇത്. അതായത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി നമ്മൾ പേസ്റ്റ് എല്ലാം ഇങ്ങനെ ചതച്ച്. പിന്നെ ഒരു 2 തക്കാളി ഇടത്തരം അതടിച്ചു. പിന്നെ വേപ്പില, ഇത് മസാലപ്പൊടി അതൊരു 3 ടീസ്പൂൺ ഇടും. പിന്നെ ഇതൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് അല്ലേ? ഉപ്പ് നമ്മൾ കുറച്ചിട്ടിട്ടുണ്ട്. അത് അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ബീഫ് ചേച്ചി ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ച് 2 പാത്രത്തിലായിട്ടായിരുന്നു വെച്ചത്. എന്താ അങ്ങനെ വെച്ചത്? ഞാനതിങ്ങനെ നമ്മൾ ആദ്യം തന്നെ ബീഫ് കഴുകി വാരിയിട്ട് കുറച്ച് ചൊറുക്ക വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഇടും. എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് വാലാൻ വെക്കും. അപ്പൊ അതിന്റെ ബീഫിന്റെ ചോരമയ മുഴുവനും. അതുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത് അല്ലേ? അപ്പൊ ചേച്ചി ഇവിടുത്തെ ഊണാണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞു. അപ്പം ഊണിന് എത്ര കൂട്ടം കറികൾ കൊടുക്കണം? ഊണിന് നമ്മളിപ്പോൾ ചെയ്യണതെന്ന് പറഞ്ഞാൽ ഒരു തോരൻ അല്ലെങ്കിൽ ഒരു ഉപ്പേരി ഉണ്ടാവും. പിന്നെ ഒരു കൂട്ടുകറി, അതായത് മത്തങ്ങരിശ്ശേരി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അങ്ങനെയുള്ള കറികൾ, കൂട്ടുകറി. പിന്നെ ഒരു അച്ചാർ, പപ്പടം, മോര്, സാമ്പാർ, മീൻചാറ് എല്ലാം ഉണ്ട്. മീൻ ഫ്രൈ എന്ന് പറയുമ്പോൾ മത്തി ഉണ്ടാവും, ചെമ്മീൻ റോസ്റ്റ്, കക്ക, അയല, അങ്ങനെ കിട്ടണം. അതായത് മറ്റേ വലിയ മീനുകളൊക്കെ നമ്മൾ വില അനുസരിച്ച്, എന്നാലും ആവറേജ് 50-40 അത് നിൽക്കും നമ്മൾ. പിന്നെ മത്തി എപ്പോഴും നമ്മൾ 30 രൂപ പ്ലേറ്റിന്. ഇപ്പം നമ്മൾ ഇലയിലൂണാക്കിയായിരിക്കും. അപ്പം 60 ഊണിനും 30 രൂപ ഇതും കൂടി വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ 80 രൂപയായിട്ടാണ് കൊടുത്തുള്ളൂ. അതെ അല്ലേ? അപ്പം നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് മാറ്റാം അല്ലേ? ഇത് നമുക്ക് മാറ്റി അടുത്ത പാത്രം വെച്ചു അല്ലേ? ഇനിയിപ്പോൾ എന്താ ചേച്ചി നമുക്ക് ചെയ്യാനുള്ള? ഇപ്പം നമ്മൾ ഈ സവാള വേവിച്ച് വെച്ചു അത് നമ്മളിതിനകത്തോട്ട് ഇട്ടിട്ട് ഈ വെള്ളം ഒന്ന് പറ്റിക്കും. ഇത് നമ്മുടെ
പകുതി വേവിച്ച് വെച്ചേക്കുന്നത് സവാളയല്ലേ? ഇത് സവാള നമ്മൾ വേവിച്ച് വെച്ചേക്കണം, അതായത് എളുപ്പത്തിന് വയറ്റാനായിട്ട്. എളുപ്പത്തിന് വയറ്റി. ഇതെങ്ങനെ വെച്ച് നല്ലോണം ബ്രൗൺ ആയിട്ട് വരണോ? ഇല്ല, ഇതിൻ്റെ വെള്ളം ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതോരോന്ന് ആഡ് ചെയ്യും. അതല്ലേ? അത് കഴിഞ്ഞാൽ അത് നല്ലോണം ഒരു സ്മെല്ല് വന്ന് വെള്ളം ഒന്ന് പറ്റിച്ചെടുത്താൽ മതി എന്നല്ലേ? പറ്റി കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മൾ അടുത്തിട്ടല്ലേ? ഇതെന്തൊക്കെയായിരുന്നു ചേച്ചി? ഇതിനകത്ത് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെയാക്കി തക്കാളി അടിച്ചു വെച്ചത്. ഇത് നമ്മൾ ഗ്രേവിക്ക് നല്ല തിക്കിൻസ് കിട്ടാൻ വെളിച്ചെണ്ണ, മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്. അപ്പം നമ്മൾ പൊടികൾ ചേർക്കാൻ പോവാ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് അത് മൂക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് പൊടി വഴറ്റി വരണം. ഉപ്പ് ചേർക്കാൻ പോവല്ലേ? അപ്പം നമ്മുടെ മസാലയുടെ ഇതൊക്കെ റെഡി. ബീഫ് ആഡ് ചെയ്യാം. ഇനിയാണ് നമ്മൾ ബീഫ് ആഡ് ചെയ്യാൻ പോകുന്നത് അല്ലേ? നല്ല ആവി പറക്കുന്നുണ്ട്. ഇപ്പൊ ബീഫ് നമ്മുടെ മസാലയിലേക്ക് ഇട്ടല്ലേ? ഇത്തിരി വെള്ളം കൂടെ. ഇത് മല്ലിയിലയും വേപ്പില. അല്ലേ? തനി നാടൻ സ്റ്റൈലാണല്ലേ? നമ്മളിവിടെ എല്ലാം അങ്ങനെ തന്നെയാണ്. ഒന്നും കെമിക്കലൊക്കെ ആവുന്നത് ഒഴിവാക്കിയാണ് ചെയ്യുന്നത്. പിന്നെ മസാലയൊക്കെ ഒന്ന് നമ്മൾ തന്നെ പൊടിച്ചാണ് മസാല ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡിയായി അല്ലേ? കാണുമ്പോൾ തന്നെ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഇന്ന് ടേസ്റ്റ് ചെയ്യുന്നത് ഞാനല്ല കേട്ടോ, എൻ്റെ കൂടെ വേറെ 2 പേരുടെ ഇത് ടേസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ 2 പേര്. ആൾക്കാരൊക്കെയാണ് ദീപ ചേച്ചി തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും കേട്ടോ. ആരാ ചേച്ചി തന്നെ പറഞ്ഞു? ഇത് എൻ്റെ അനിയത്തി റഷീദ. ഇത് എൻ്റെ ഹസ്ബൻഡ്. പേരെന്തായിരുന്നു? ഹരിത. അപ്പോൾ ഇന്ന് ഇവർ 2 പേരാണ് ടേസ്റ്റ് ചെയ്യുന്നത്. ഇവർ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇവരെ കൊണ്ട് അത് കഴിഞ്ഞ് ഞാൻ കഴിക്കുന്നത്. അടിപൊളി. ചേട്ടൻ്റെ എക്സ്പ്രഷൻ കണ്ട് അടിപൊളിയാണ്. ഇവിടെ രസമില്ലാന്ന് പറയും. ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണ്. ആരെങ്കിലുമൊക്കെ സത്യം പറയേണ്ടത്. കൊള്ളാം, അടിപൊളിയാണ്. ഇനിയിപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എനിക്ക് ഊണ് കിട്ടിയില്ല, പകരം പൊറോട്ടയാണ്. ഊണിന് സമയമാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് പൊറോട്ടയും ബീഫ് റോസ്റ്റും കഴിച്ചു. നല്ല ബീഫ് റോസ്റ്റാണ്. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ.
നല്ല അടിപൊളി ബീഫ് റോസ്റ്റും പൊറോട്ടയും. അപ്പോൾ ഇനി ഇതിലെ കൊച്ചിയിൽ വരുമ്പം നിങ്ങളെല്ലാവരും ഉറപ്പായിട്ട് ഇവിടെ കയറുക. കടയുടെ പേര് മറക്കണ്ട, വനിതാ ഹോംലി ഫുഡ്, മുട്ടം. നമ്മുടെ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ്. ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്ത് നോക്കാം. ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾ വീണ്ടും വരും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.